നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭരണം പോയപ്പോൾ സമനില തെറ്റി ആയുധമെടുത്ത് മമതാ ബാനർജി. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ മമതാ ബാനർജിയുടെ സർവാധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് BJP സംസ്ഥാനം പിടിച്ചെടുക്കിയതിന് പിന്നാലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പരമ്പരയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ബംഗാൾ. ഇപ്പോൾ ബംഗാളിലെ പ്രമുഖ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ വിശ്വസ്തനും അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമായ ചന്ദ്രനാഥ് രത്തിന്റെ കൊലപാതകമാണ് ബംഗാളിനെ വീണ്ടും കലാപഭൂമിയാക്കുന്നത്. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിലെ പൊതുവേദികളിൽ അധികം പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും BJP പാളയത്തിൽ സുവേന്ദു അധികാരിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് ചന്ദ്രനാഥ് രത്ത്. ആ ചന്ദ്രനാഥ് രത്തിനെയാണ് ഇപ്പോൾ നടു റോഡിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വളരെ നടുക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. മെയ് 4 അവിടെ വിജയം ആഘോഷിക്കുകയാണ് BJP. പൂർണ്ണമായിട്ടും ബംഗാളിന്റെ അധികാരം BJPയുടെ കൈകളിലാണ്. അതിനുശേഷം അവിടെ വളരെ നാടകീയമായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഇപ്പോഴും താൻ തന്നെയാണ് ബംഗാളിന്റെ മുഖ്യമന്ത്രി, താൻ ഒരിക്കലും രാജിവെക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് മമതാ ബാനർജി നിൽക്കുന്നത്. അതിനിടയിലാണ് ഈ അക്രമ സംഭവങ്ങൾ ഇപ്പോൾ കൊലപാതകത്തിലേക്കും നയിച്ചിരിക്കുന്നത്. അതും സുവേന്ദു അധികാരിയുടെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്ന പേരാണ് സുവേന്ദു അധികാരിയുടെ. ആ സുവേന്ദു അധികാരിയുടെ ഏറ്റവും വിശ്വസ്തനായ പേഴ്സണൽ അസിസ്റ്റന്റിനെയാണ് ഇപ്പോൾ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള നടുക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി നോർത്ത് 24 പർഗാനസിൽ വെടിയേറ്റു മരിച്ച 41കാരനായ ചന്ദ്രനാഥിന്റെ ജീവിതവും അവിശ്വസനീയമായ മാറ്റങ്ങളിലൂടെ കടന്നുപോയ ഒന്നായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ വ്യോമസേനയിലെ സേവനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ബംഗാൾ പ്രതിപക്ഷ രാഷ്ട്രീയത്തിലെ നിർണായക സാന്നിധ്യമായി അദ്ദേഹം മാറിയത്. ഭവാനിപൂർ മണ്ഡലത്തിൽ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തി സുവേന്ദു അധികാരി ചരിത്ര വിജയം നേടിയപ്പോൾ ആ വിജയത്തിന്റെ ചാലക ശക്തിയായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ചന്ദ്രനാഥ് രത്ത്. അതുകൊണ്ട് തന്നെയാണ് TMC ഗുണ്ടകൾ ഇപ്പോൾ ചന്ദ്രനാഥിനെ ലക്ഷ്യം വെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. BJP പ്രവർത്തകരെ ആവേശത്തിലാക്കി ഭവാനിപൂരിൽ സുവേന്ദുവിനായി പ്രചാരണം കൊഴുപ്പിച്ച ചന്ദ്രനാഥിനെ ലക്ഷ്യമിട്ടതും ആസൂത്രിതമായ രാഷ്ട്രീയ നീക്കമാണെന്നാണ് BJP ആരോപിക്കുന്നത്. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഭവാനിപൂരിലെ പരാജയം രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ ചെന്ന് സുവേന്ദു അധികാരിയെ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ വെല്ലുവിളിച്ച മമത അവിടെ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ മമതയുടെ സ്വന്തം ശക്തി കേന്ദ്രമായ ഭവാനിപൂരിൽ ചെന്ന് സുവേന്ദു അവരെ തോൽപ്പിച്ചത് ബംഗാൾ രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയായിരുന്നു. ഭവാനിപൂരിലെ തോൽവിയോടെ മമതയ്ക്ക് MLA സ്ഥാനവും നഷ്ടമായി. മമതയുടെ കോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ സുവേന്ദുവിനെ സഹായിച്ച പ്രധാന തന്ത്രജ്ഞനായിരുന്നു കൊല്ലപ്പെട്ട ചന്ദ്രനാഥ് രത്ത്. നോർത്ത് 24 പർഗാനസ് ജില്ലയിലെ മധ്യം ഗ്രാമിൽ വെച്ചാണ് ബുധനാഴ്ച രാത്രി ചന്ദ്രനാഥ് രത്തിന് നേരെ ആക്രമണമുണ്ടായത്. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന അദ്ദേഹത്തിന് നേരെ ഒരു കൂട്ടം അക്രമി സംഘം വെടിയുതിർക്കുകയായിരുന്നു. തലയിലും നെഞ്ചിലും വയറിലും മാരകമായി വെടിയേറ്റ അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെഞ്ചിൽ 1ലധികം വെടിയുണ്ടകൾ ഏറ്റതായി ഡോക്ടർ പറഞ്ഞു. വയറ്റിലും വെടിയേറ്റിട്ടുണ്ട്. അതൊക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളായിരുന്നു. രത്തിന്റെ ഡ്രൈവർക്കും വെടിയേറ്റിട്ടുണ്ട്. അദ്ദേഹം കൊൽക്കത്തയിലെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിലയും ഗുരുതരമായി തുടരുകയാണ്. വെസ്റ്റ് ബംഗാൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൺ ഡ്യൂട്ടി എന്ന ബോർഡുള്ള കാറിന്റെ ഗ്ലാസുകൾ വെടിയുണ്ടകളേറ്റ് തകർന്ന നിലയിലാണ്. കാറിനുള്ളിൽ രക്തം തളം കെട്ടിക്കിടക്കുന്ന ദൃശ്യങ്ങൾ അക്രമത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നു. സുവേന്ദു അധികാരിയുടെ നിഴലായി കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കൊലപ്പെടുത്തിയതിലൂടെ, അതും പരസ്യമായി കൊലപ്പെടുത്തിയതിലൂടെ BJPക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് തൃണമൂൽ നൽകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. പൂർവ മേദിനിപൂരിലെ ചണ്ഡീപൂർ സ്വദേശിയായ ചന്ദ്രനാഥ് രത്ത് സുവേന്ദു അധികാരിയുമായി വ്യക്തിപരമായും രാഷ്ട്രീയമായും ദീർഘകാലത്തെ ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. രാമകൃഷ്ണ മിഷനിലെ വിദ്യാഭ്യാസ കാലം അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നുവെന്ന് സുഹൃത്തുക്കൾ ഓർക്കുന്നു. ഒരു ഘട്ടത്തിൽ സന്യാസ ജീവിതത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്ന അദ്ദേഹം പിന്നീട് വ്യോമസേനയിൽ ചേരുകയും ഏകദേശം 2 പതിറ്റാണ്ടോളം രാജ്യം സേവിക്കുകയും ചെയ്തു. വ്യോമസേനയിൽ നിന്ന് വിരമിച്ച ശേഷം കോർപ്പറേറ്റ് മേഖലയിൽ കുറച്ചുകാലം പ്രവർത്തിച്ച ശേഷമാണ് ചന്ദ്രനാഥ് സജീവ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുന്നത്.
അദ്ദേഹത്തിന്റെ കുടുംബം മുമ്പ് തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അമ്മ ഹസീരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദവികൾ വഹിച്ചിരുന്നു. എന്നാൽ 2020-ൽ സുവേന്ദുവിനൊപ്പം കുടുംബം BJPയിലേക്ക് മാറി. സുവേന്ദു അധികാരി മമതാ സർക്കാരിൽ മന്ത്രിയായിരിക്കെ 2019-ലാണ് ചന്ദ്രനാഥ് അദ്ദേഹത്തിന്റെ കോർ ടീമിന്റെ ഭാഗമാകുന്നത്. ഓഫീസ് ഏകോപനവും ഭരണപരമായ ചുമതലകളുമായി തുടങ്ങിയ അദ്ദേഹം പിന്നീട് BJPയുടെ നിർണായക സംഘടനാ ചുമതലകളിലേക്ക് ഉയർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഏകോപനം, പാർട്ടിക്കാർക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ എന്നിവയിലും അദ്ദേഹം സുവേന്ദുവിന്റെ വലംകൈയായി പ്രവർത്തിച്ചു. ഭവാനിപൂരിലെ ഉന്നതതല പോരാട്ടത്തിലുൾപ്പെടെ ചന്ദ്രനാഥ് സജീവമായിരുന്നു. ഏപ്രിൽ 30-ന് മമതാ ബാനർജി ഭവാനിപൂരിലെ സ്ട്രോങ് റൂം സന്ദർശിച്ചപ്പോൾ സുവേന്ദു അധികാരിയുടെ അഭാവത്തിൽ അവിടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയതും ചന്ദ്രനാഥ് ആയിരുന്നു. തൃണമൂലിന്റെ പ്രചാരണ വാഹനം നിയമവിരുദ്ധമായി അവിടെ പാർക്ക് ചെയ്തതിനെ അദ്ദേഹം പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ഒടുവിൽ CRPFന്റെ ഇടപെടലിലൂടെ ആ വാഹനം നീക്കം ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രി കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും സംഭവത്തിനു മുമ്പ് ചന്ദ്രനാഥിനെ നിരീക്ഷിക്കാൻ ഗുണ്ടകൾ എത്തിയിരുന്നതായും സുവേന്ദു അധികാരി ആരോപിച്ചു. ബംഗാളിൽ കഴിഞ്ഞ 15 വർഷമായി തുടരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ മഹാജംഗൽ രാജാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രനാഥിന്റെ മരണം BJP ക്യാമ്പിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുഖാന്ത മഞ്ജുംദാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സംഭവസ്ഥലത്തെത്തി. രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന ശൈലി തൃണമൂൽ തുടരുകയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും BJP നേതൃത്വം വ്യക്തമാക്കി. അതേസമയം കൊലപാതകത്തെ തൃണമൂൽ കോൺഗ്രസും അപലപിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആക്രമണങ്ങളിൽ തങ്ങളുടെ 3 പ്രവർത്തകർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അതിന് പിന്നിൽ BJP ആണെന്നുമാണ് തൃണമൂലിന്റെ ആരോപണം. കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്നും തൃണമൂൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഭവാനിപൂരിലെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചന്ദ്രനാഥിനെ കൊലപ്പെടുത്തിയത് തോൽവിയിലുള്ള നിരാശ കൊണ്ടാണെന്നാണ് BJP പക്ഷം. മമതയുടെ മണ്ണിൽ സുവേന്ദു അധികാരിയുടെ അധികാരം ഉറപ്പിക്കാൻ ചന്ദ്രനാഥ് നടത്തിയ പ്രവർത്തനങ്ങൾ തൃണമൂലിനെ അസ്വസ്ഥമാക്കിയിരുന്നു. നന്ദിഗ്രാമിലും ഭവാനിപൂരിലും സുവേന്ദു അധികാരിയുടെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ചുമതല വഹിച്ചിരുന്നതും ചന്ദ്രനാഥ് ആയിരുന്നു. മമതാ ബാനർജിയെ 2 തവണ പരാജയപ്പെടുത്തുന്നതിലും സുവേന്ദുവിനെ സഹായിച്ച ബുദ്ധി കേന്ദ്രം എന്ന നിലയിൽ ചന്ദ്രനാഥ് തൃണമൂലിന്റെ കണ്ണിലെ കരടായി മാറിയിരുന്നു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ കടപുഴകി BJP അധികാരത്തിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെയും അവരുടെ സഹായികളെയും ലക്ഷ്യം വെച്ച് നടക്കുന്ന അക്രമങ്ങൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. ബംഗാളിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. എന്നാൽ ഇത്തവണ ഭവാനിപൂർ പോലൊരു VIP മണ്ഡലത്തിൽ ഉണ്ടായ പരാജയം തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായൊരു തിരിച്ചടിയാണ്. മമതയുടെ ശക്തി കേന്ദ്രത്തിൽ സുവേന്ദുവിനെ ആധികാരികമായി വിജയിപ്പിച്ചതിൽ ചന്ദ്രനാഥിന്റെ പങ്ക് തള്ളിക്കളയാനാവില്ല. BJP പ്രവർത്തകരെ ഒന്നിപ്പിക്കാനും ബൂത്ത് തലം മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. ഈ സ്വാധീനം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്രമികൾ ചന്ദ്രനാഥിനെ ലക്ഷ്യമിട്ടത്. സുവേന്ദു അധികാരിയുടെ PA കൊല്ലപ്പെട്ടതോടെ ബംഗാളിലെ ക്രമസമാധാന നില വീണ്ടും ചോദ്യചിഹ്നമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തന്നെ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നത് പോലീസിന്റെ വീഴ്ചയാണെന്നും BJP ആരോപിക്കുന്നു. അക്രമികളെ ഉടൻ പിടികൂടണമെന്നും പശ്ചിമ ബംഗാളിലെ BJP പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ബംഗാളിലെ അധികാരം പിടിച്ച BJPക്ക് ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ നേരിടേണ്ടി വരുന്ന വലിയൊരു വെല്ലുവിളിയാണിത്. മമതാ ബാനർജിയുടെ പരാജയം പൂർണ്ണമായതോടെ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്. സുവേന്ദു അധികാരിയെ നേരിടാൻ മമതയ്ക്ക് കഴിയാതെ വന്നത് അണികൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നിരാശയാണ് BJP പ്രവർത്തകർക്കെതിരെയുള്ള അക്രമങ്ങളായി മാറുന്നതെന്നാണ് വിലയിരുത്തൽ. രാജ്യം കണ്ടിട്ടില്ലാത്ത വിധം രാഷ്ട്രീയ വൈരാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ബംഗാളിൽ ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകം പുതിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സുവേന്ദു അധികാരിയും മമതയും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഒതുങ്ങുന്നില്ല. അത് ജീവനും മരണത്തിനുമിടയിലുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു. ചന്ദ്രനാഥ് രഥിന്റെ ബലിദാനം വെറുതെയാകില്ലെന്നും ബംഗാളിലെ ഗുണ്ടാരാജ് അവസാനിപ്പിക്കാൻ BJP പ്രതിജ്ഞാബദ്ധമാണെന്നും സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ബംഗാളിൽ കൂടുതൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും മാറ്റങ്ങൾക്കും ഈ കൊലപാതകം വഴിവെക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം തന്നെ ബംഗാളിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി ജയന്റ് കില്ലർ സുവേന്ദു അധികാരി എത്തുമെന്നാണ് സൂചന. മമതാ ബാനർജി അവരുടെ സ്വന്തം തട്ടകമായ ഭവാനിപൂരിൽ 2ാം തവണയും പരാജയപ്പെടുത്തിയ സുവേന്ദു പാർട്ടിയിലെ അനിഷേധ്യ നേതാവായി മാറിയിരിക്കുകയാണ്.
വെള്ളിയാഴ്ച കൊൽക്കത്തയിൽ ചേരുന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായി നേതാവായി തെരഞ്ഞെടുക്കും. ഇതോടെ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു BJP മുഖ്യമന്ത്രി അധികാരമേൽക്കുന്ന നിമിഷത്തിനായി രാജ്യം കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 207 BJP MLA-മാർ വെള്ളിയാഴ്ചത്തെ യോഗത്തിൽ പങ്കെടുക്കും. BJP സംസ്ഥാന ആസ്ഥാനത്തിന് ഇത്രയും പേര് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതിനാൽ കൊൽക്കത്തയിലെ വലിയൊരു വേദി ഇതിനായി പാർട്ടി തേടുന്നുണ്ട്. യോഗത്തിൽ സുവേന്ദു അധികാരിയുടെ പേര് സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ നിർദ്ദേശിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുവേന്ദുവിനെ നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. ഇതിനുശേഷം സുവേന്ദു അധികാരിയും സുനിൽ ബൻസാലും ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കും. അതിനിടയിൽ ഇനി എന്തൊക്കെ അക്രമങ്ങൾക്കാണ് ബംഗാൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്കയിൽ കൂടിയാണ് വെസ്റ്റ് ബംഗാൾ.